ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ പെപ്പേഴ്സ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പിയുടെ പേരാണ് കോറിയൻഡർ ചിക്കൻ ദം ബിരിയാണി. മല്ലിയിലയാണ് ഈ ബിരിയാണിയുടെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 3 വലിയ സവാള സ്ലൈസ് ചെയ്തത്, 1 കിലോയോളം ചിക്കൻ. ഇത് ബോൺസ് ഉള്ള ചിക്കനാണ്. ഇത് ഞാൻ നല്ലോണം കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോയോളം വരുന്ന ചിക്കൻ. മല്ലിയിലയുടെ കൂടെ നമുക്ക് അരയ്ക്കാനായിട്ട് ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും, ഇത് ഇത്രയും കൂടെ ഗ്രൈൻഡ് ചെയ്യാനുള്ളത്. 3 ടേബിൾ സ്പൂണോളം വരുന്ന മല്ലിപ്പൊടി. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കറുവാപ്പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, ഒരു ടേബിൾ സ്പൂണോളം വരുന്ന പെരിഞ്ജീരകം, പിന്നെ ഒരു 4-5 ഏലക്ക, ഒരു 2 നുള്ള ജീരകം, ഇത് ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് ഗരം മസാല. ഈ ബിരിയാണിയിൽ നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്, മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. തക്കാളി, 2 തക്കാളി നീളത്തിലരിഞ്ഞത്. ഇത്രയുമാണ് ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബഞ്ച് കൊറിയൻഡർ ലീവ്സ്, മല്ലിയില, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളകിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുക എരിവിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു മിക്സിയിലേക്കിട്ട് പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിലാക്കി കഴിഞ്ഞു. ഇതിനി നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കോറിയൻഡർ ചിക്കൻ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, അതായത് വെജിറ്റബിൾ ഓയിലോ മതിയാവും. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ചൂടായ ഓയിലിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. വഴറ്റി കൊടുക്കുക. സവാള വേഗം വഴന്ന് കിട്ടാനായിട്ട് ഉപ്പ് ചേർക്കുക. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മല്ലിയില പേസ്റ്റ് ചേർക്കാവുന്നതാണ്. സവാള ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മല്ലിയില പേസ്റ്റ് ചേർക്കുക. മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർന്ന പേസ്റ്റാണിത്. ഇത് ഇട്ട് കൊടുക്കുക. ഈ കൂട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് സവാളയുമായി നല്ലോണം ചേർന്ന് നല്ല ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ഇതിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറും. വഴന്ന് വരുമ്പോൾ ഈ പച്ച കളർ ചെറുതായിട്ടൊന്ന് മാറി വരും. സവാളയുമായിട്ട് നല്ലോണം യോജിച്ച് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇത് നല്ലോണം ഒന്ന് വറ്റി വെന്ത് വരട്ടെ. സവാള ഇപ്പോൾ ചെറുതായി മല്ലിയില കൂട്ടുമായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ബിരിയാണിക്കുള്ള ഈ മസാല തയ്യാറാകുമ്പോഴേക്കും നമുക്ക് അരി വെള്ളത്തിൽ കുതിർത്തിയിടാം.
ഇപ്പോൾ നമ്മൾ ബിരിയാണി അരി കുതിർത്ത് വെക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ഗ്ലാസ് ബിരിയാണി അരി അല്ലെങ്കിൽ ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സാണ് അതിൻ്റെ അളവ്. ഈ ഗ്ലാസ്സിൽ ഒരു 5 ഗ്ലാസ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇതിനി നല്ലോണം വാഷ് ചെയ്ത് കുതിർത്തി വയ്ക്കാം. ഒരു 10-15 മിനിറ്റോളം കുതിർത്ത് വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ മസാല ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. 2 വലിയ ടൊമാറ്റോ ഞാൻ 4ആയി സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ടൊമാറ്റോ ഒന്ന് വേഗം വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ ഇനി നല്ലവണ്ണം വെന്ത് നല്ല കുഴഞ്ഞ് ഈ സവാളയുടെ കൂട്ടുമായിട്ട് മിക്സായിട്ട് വരണം. അതുവരെ നല്ലവണ്ണം വഴറ്റി ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്ത് ചാറുമായിട്ട് ഈ ഒരു ടൊമാറ്റോയുടെ കൂട്ടുമായിട്ട് നല്ലോണം വെന്ത് വരണം. ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. കുറച്ച് പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ നല്ലതാണ്, വേഗം ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. ഇതൊന്ന് നല്ലോണം മിക്സായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നല്ലോണം ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ച് സമയമെടുത്ത് വേണം വഴറ്റി കൊടുക്കാൻ. ആ പച്ചമണം മാറാൻ കുറച്ച് സമയമെടുക്കും. നല്ലോണം വഴറ്റി അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ചിടണം, അല്ലെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോകും. നല്ലോണം വഴറ്റിയെടുക്കുക. മല്ലിപ്പൊടി മസാലയായിട്ട് നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കുക. ഗരം മസാല ഇപ്പോൾ കുറച്ച് ചേർക്കുക. പിന്നീട് ചിക്കനൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴും ചേർക്കാവുന്നതാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്ന മസാലയിലേക്ക് ഇപ്പോൾ ഗരം മസാല ചേർത്ത് നമ്മൾ നല്ലോണം വഴറ്റി കൊടുക്കുകയാണ്. ആ മസാലയുടെയൊക്കെ ഒരു റോ സ്മെല്ല് മാറിക്കിട്ടണം. നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. ചിക്കൻ ചേർക്കുന്നതിനായിട്ടുള്ള കോറിയാൻഡർ മസാല നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച് മസാല തയ്യാറാക്കും. ചിക്കൻ കൊറിയൻഡർ മസാല. ചിക്കൻ ഇപ്പോൾ മസാലയിൽ കിടന്ന് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളവും ചിക്കൻ്റെ കൂട്ടുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല ലേശം ഒരു പച്ച കളറിലാണ് ഇരിക്കുന്നത്. നമ്മൾ കോറിയൻഡർ ലീവ്സ് അല്ലെങ്കിൽ മല്ലിയിലയാണല്ലോ അരച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മസാലയ്ക്കൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ ലിഡ് വെച്ച്
മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ നല്ലോണം വേവിച്ചെടുക്കുക. ചിക്കൻ്റെ മസാല ഇവിടെ വേവുമ്പോഴേക്കും ഞാൻ റൈസ് വേവിക്കാനായിട്ട് തുടങ്ങുകയാണ്. വേറൊരു ഗ്യാസിൽ റൈസ് തിളപ്പിക്കാനായിട്ടുള്ള ഒരു പാത്രം വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് ഞാൻ 10 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ 5 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ഗ്ലാസ് വെള്ളം, അതായത് എത്ര ക്വാണ്ടിറ്റി അരി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി വെള്ളം വേണം ബിരിയാണി അരി വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഒരു 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഹോൾ മസാല ചേർക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 4-5 ഗ്രാമ്പു, ഒരു 4 ഏലയ്ക്ക, ഒരു തക്കോലം, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും നാരങ്ങാ നീരും ചേർക്കുക. നാരങ്ങാ നീരും ചേർത്ത് കൊടുക്കുക. നാരങ്ങാ നീര് ചേർക്കുന്നത് അരി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മസാല ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് അരി കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരേ സമയത്ത് എൻ്റെ ചിക്കൻ്റെ മസാലയും തയ്യാറാക്കുന്നുണ്ട്, അരി വേവിക്കാനും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാത്രം വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയിരുന്നു, ഉപ്പൊക്കെ പാകമാണ്. ഇതിനി നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. കാരണം ബിരിയാണിയിൽ നമ്മൾ ഈ മസാല ചേർക്കുമ്പോൾ ഈ വെള്ളത്തോടു കൂടി ചേർക്കാം. കാരണം റൈസിൽ നമ്മൾ ഈ മസാല ചേർക്കുമ്പോൾ നല്ല വെള്ളത്തോടു കൂടി ചേർക്കാനൊക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൊറിയൻഡർ ചിക്കൻ മസാല ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ബിരിയാണിക്കുള്ള അരിയും ഇവിടെ റെഡിയായി. അരി നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കൊറിയൻഡർ ചിക്കൻ മസാലയും ഇവിടെ റെഡിയായി. ഇനി ഇത് ഒരു ദം ബിരിയാണിയാണല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം ദം ചെയ്തെടുത്താൽ മതിയാവും. ദം ചെയ്യുന്നതിനായി ഒരു വലിയൊരു പോട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചിക്കൻ മസാല, കൊറിയൻഡർ ചിക്കൻ മസാല ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ഡ്രൈ പരുവം മതിയാവും. ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ചൂടായ പാനിലേക്ക് ചിക്കൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെ ഒരു ലെയർ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ മസാലയുടെ മുകളിലായിട്ട് ഞാൻ ഒരു ലെയർ റൈസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചിക്കൻ മസാലയും റൈസുമായിട്ടുള്ള എല്ലാ ലെയേഴ്സും ഈ പോട്ട് പാനിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് ഈ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒരു മൂടി വെച്ച് ദം ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ബിരിയാണി ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്ത് എടുക്കുകയാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ലൊരു അടിപൊളി കൊറിയൻഡർ ചിക്കൻ ബിരിയാണി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടവും വ്യത്യസ്തവുമായിട്ടുള്ള കൊറിയൻഡർ ചിക്കൻ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനലിലേക്ക് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.